കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കൊലപാതകത്തിൽ നേരത്തെ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. ഇതിനായി കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് തീരുമാനം. ഫെയർവെൽ പാർട്ടി നടക്കുമ്പോഴും സംഘർഷമുണ്ടായപ്പോഴും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിലുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. സംഘർഷമുണ്ടായ ട്യൂഷൻ സെന്ററിന് സമീപത്തെ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നാണ് കുടുംബം പറയുന്നത്. പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. എന്റെ കുട്ടിയാണ്, എന്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ ഇവിടെ കേൾക്കാൻ കഴിയുന്നത്. ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഇതിന് തന്റേതായ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അത് സമൂഹത്തിനൊരു പാഠമാവണം എന്നാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ആയുധങ്ങൾ കണ്ടെത്തുന്നതിനുമായി പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. 4 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നാളെ തുടങ്ങുന്ന SSLC പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ സ്കൂളിൽ എത്തിക്കും. സംഘർഷ സാധ്യത ഉള്ളതിനാൽ കർശനമായ സുരക്ഷയോടെയാവും കുട്ടികളെ എത്തിക്കുകയെന്ന് പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.